എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞായറാഴ്ച ഞങ്ങളുടെ ഇടവകയിൽ തിരുഹൃദയത്തിൻ്റെ എല്ലാവർക്കും ഉണ്ടാകും പെരുന്നാൾ. തിരുഹൃദയത്തിൻ്റെ പെരുന്നാളാണിന്ന്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇഷ്ടമാണ് ഉണ്ടാക്കണത്. എല്ലാവരും ഉണക്കവാസം വായിക്കാറുണ്ടോ? ഉണക്കവാസം എല്ലാവരും വായിക്കണം. നമ്മ ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്നത് തിരുഹൃദയം, കയറുമ്പോഴും ഇപ്പോൾ കാണുന്നത് തിരുഹൃദയത്തെയാണ്. അത് നമ്മുടെ കുടുംബനാഥനാണ്. നമ്മുടെ കുടുംബനാഥൻ കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവർക്കും ഭർത്താക്കന്മാർ കുടുംബനാഥനെ പോലെ കണക്കാക്കണം. അതുപോലെ തന്നെ തിരുഹൃദയത്തെയും കയറുമ്പോഴത്തേക്കും പോകുമ്പോഴും വല്ലതും കാണണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണക്കവാസം മുടക്കരുത്, ചെല്ലണം. ഞാൻ ഇന്നുണ്ടാക്കണ ഇഷ്ടം എങ്ങനെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. എങ്കിലും എങ്ങനെ ഉണ്ടാക്കുന്നത് ബീഫല്ലേ? ഇറച്ചിയുടെ ഇഷ്ടമാണ് ഉണ്ടാക്കണത്. എങ്ങനെയാണെന്ന് സവാള നേരിതായിട്ട് അരിഞ്ഞത്, വേപ്പല അരിഞ്ഞത്, കറിയാമ്പ് 5, ഏലക്ക 5, തക്കോലം, വലിയ ജീരകം ഇതെല്ലാം കൂടി ഇട്ട് പുഴുങ്ങിയ സവാള, ഒരു വലിയ സവാള എടുക്കണം. സ്വല്പം വെളുത്തുള്ളി, 2 വലിയ സവാള വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ കൂടി കുരുമുളക് നേരത്തെ ഉണ്ടാക്കണത് നോക്കിയാൽ മതി കേട്ടോ. ഇത് ഞങ്ങൾ ഉണ്ടാക്കണമെന്ന് കാണിക്കുന്നില്ല, പുഴുങ്ങിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കണം. ഉരുളക്കിഴങ്ങിട്ട് പുഴുങ്ങിയേക്കണത്. അത് മസാലയൊക്കെ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്തൊക്കെയാണ് പുഴുങ്ങുമ്പോൾ. ഇല്ലേ ഇത് പൊക്കത്തെ കറുത്ത എടുക്കാൻ അത് ചട്ടി ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഇടാം. വെളിച്ചെണ്ണ ഇട്ട് നമുക്ക് ഉള്ളി ഇടാം. ചെറിയ ഉള്ളി കൊച്ചുള്ളി എന്ന് പറയും. കൊച്ചുള്ളി ഇടാം. തൊണ്ടി ഇല്ല. കൊച്ചുള്ളി മുരിയട്ടെ. മൂപ്പിച്ചെടുക്കണം അല്ലേ? വലിയ ഉള്ളി താര കുളിക്കാൻ പോയപ്പോഴാണ് ബാത്റൂമിലുണ്ട്. കുറച്ച് ഡാൽഡ ഇടാം. നെയ്യിട്ടാലും മതി അല്ലേ? നെയ്യ് ഇടണം. ഡാൽഡയും നെയ്യ് ഇടുന്നുണ്ടോ? പിന്നെ വീട്ടുകാർക്കിൻ്റെ പ്രശ്നമല്ലേ? പറ്റില്ല. അത് നെയ്യ് ഇടാം. നെയ്യ് ഒന്ന് വേഗണം. അല്ലെങ്കിൽ ഇത് ഇട്ടാലും മതി. തേങ്ങാപ്പം ഇട്ടതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചത് അതിൽ കുഞ്ഞാക്കി അരിഞ്ഞിട്ട് വേണം ഇടാനുണ്ട്. അതിൽ കൂടെ ഇത്തിരി കുരുമുളകും വലിയ ജീരകവും. വെളുത്തുള്ളി ഇഞ്ചി കൂടി ചതച്ചത്, പിന്നെ കുരുമുളകും വലിയ ജീരകവും. അമ്മച്ചിയുടെ സ്പെഷ്യലാണ് ഈ ബീഫ് സ്റ്റൂ. നല്ല ടേസ്റ്റാണ്. വേപ്പല കുഞ്ഞാക്കി അരിഞ്ഞിടണം. അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് വേപ്പല താഴ്ത്തു വരും. വെള്ളം ഇത്തിരി ഒഴിച്ചേട്ടാ. എന്താ ചോദിക്കണ? തേങ്ങാപ്പാൽ. ഓ അടിപൊളി കളർ കണ്ട. തേങ്ങാപ്പാലിൻ്റെ കൂടെ നമ്മൾ തേങ്ങാപ്പാൽ വെച്ചതിൻ്റെ ആ പ്ലേറ്റ് ഒന്ന് കഴുകിയിടുക. ഇനി തേങ്ങാപ്പാൽ തിളക്കട്ടെ. തേങ്ങാപ്പാൽ തിളച്ച് വരട്ടെ. എന്താ അതിൻ്റെ കൂടെ ഇത്തിരി ഇഷ്ടപ്പൊടി ഇടുക. ഇഷ്ടപ്പൊടിയല്ലേ എന്താ പറയില്ല? കോൺഫ്ലവർ.
ഫ്ലവർ കോൺ ഫ്ലവർ. കോൺഫ്ലവർ. ഇത് തേങ്ങാപ്പാൽ തിളച്ചതിന് ശേഷമേ ഇറച്ചി ഇടാൻ പാടില്ല. അല്ല തേങ്ങാപ്പാൽ ഉണ്ട് ഇട്ട് അതേപോലെ തന്നെ ഇറക്കിയാൽ ഇഷ്ടം വലിച്ചു പോകും. ഇതാകുമ്പോൾ 3-4 ദിവസം ഫ്രിഡ്ജിൽ വെച്ചാൽ ഇരിക്കും. നീ പോയിട്ട് 3-4 ദിവസം ഒന്നും വെക്കാനില്ല കേട്ടോ, ഞങ്ങൾ കുറച്ചുണ്ടാക്കുന്നത്. ആ മരുന്നിടത്തുണ്ടോ കൈപൊള്ളി. അപ്പോൾ കുക്ക് ചെയ്തപ്പോൾ അമ്മച്ചിയുടെ കൈ ഒന്ന് പൊള്ളി. അപ്പോൾ അമ്മച്ചിയുടെ മെഡിസിനാണിത്. എൻ്റെ പേരെന്താ അമ്മച്ചി? വിഷകാന്തം. പേരെന്താ? എത്ര ഇല എടുക്കണം? 3-4 ഇല ഇട്. എന്ത് പരിപാടിക്കും അമ്മച്ചി ഇതാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് കൈ പൊള്ളിയാലും വേദന വന്നു വരുമ്പോഴൊക്കെ ഇതിൻ്റെ നീരാണ്ട് തേക്കണം. എന്താ അമ്മച്ചി? വിഷകാന്തം. എവിടെ പൊള്ളിയത് അമ്മച്ചിയുടെ കൈ? ചട്ടകം അരിയിൽ വെച്ചപ്പോഴത്തേക്ക് താഴ്ത്തായിട്ട് വീണപ്പോൾ ഞാനത് താങ്ങി. അപ്പോൾ എൻ്റെ കൈപൊള്ളിയായി. അപ്പോൾ വിഷകാന്തം ഞങ്ങളുടെ പറമ്പിലുണ്ട്, അത് വെട്ടിയാൽ മതി കേട്ടോ. അത് വെട്ടപ്പോൾ പെട്ടെന്ന് മാറും. മുറിവ് വന്നാലും കടന്നിൽ കുത്തിയാലും ഈ വിഷകാന്തം ഇങ്ങനെ ചൂത്താൽ മതി. അത് ചൂക്കണ സമയത്ത് നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലണം. അപ്പോൾ ആ പൊള്ളലിൻ്റെ നീറ്റൽ മാറും. എൻ്റെ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഉരുളിയിൽ കൈ കൊണ്ടിട്ട് കൈ പൊള്ളിയത്. അപ്പോൾ അമ്മച്ചി ഇത് പെട്ടി തന്നപ്പോൾ പിറ്റേ ദിവസം അത് കരിഞ്ഞു പോയി. തേങ്ങാപ്പാൽ ഇളക്കി തിളപ്പിക്കണം. തിളപ്പിക്കാതെ ഇട്ടാലാണ് ഇഷ്ടം വലിച്ചു പോകും കേട്ടോ. എടാ കൈ കാണിച്ചേ, എവിടെ പൊള്ളി? അയ്യോ, ശരിയാവോ? നിങ്ങളെല്ലാവരും എന്നെ അന്വേഷിക്കണണ്ട. ഒത്തിരി നാളായി നിങ്ങളെ കണ്ടിട്ടും നിങ്ങളുടെ സംസാരം കേട്ടിട്ടും നിങ്ങൾ എന്നെ ഓർക്കണം കേട്ടാ. നിങ്ങളെല്ലാവരോടും എൻ്റെ സ്നേഹം നിങ്ങളുടെ സ്നേഹിതന്മാരോട് പറയുക. അവരെല്ലാവരും അന്വേഷിച്ചെന്ന് പറയുകയും വേണം. കൈ കഴിക്കും അമ്മച്ചി. ഞാൻ കൈ കഴുകാൻ പോലെ അതിട്ട് കഴിഞ്ഞാൽ മരുന്ന് പോകില്ല. ആ തിളച്ചല്ല. തേങ്ങാപ്പാൽ വേകട്ടെ. എന്തില്ല തിളവനില്ല. ആ തിളച്ച് വേകണം തേങ്ങാപ്പാൽ. ഇടുമ്പോൾ ഉപ്പ് പറഞ്ഞ് തേങ്ങാപ്പാലിനകത്ത് ആദ്യമേ ഉപ്പിടരുത്. തേങ്ങാപ്പാലിനകത്ത് ഉപ്പിട്ടാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. ഇങ്ങനെ ഇളക്കി സാവധാനം തിളപ്പിക്കുക. ഇനി നമുക്ക് ഇഷ്ടമിൻ്റെ ഉരുളക്കിഴങ്ങ് ഇറച്ചി കൂടി വേവിച്ച് വെച്ചൊക്കെ ഇടാം. ഇല്ല, അപ്പോൾ വെള്ളം ചിലപ്പോൾ ഒരു പക്ഷേ കൂടിയാണെങ്കിൽ ഇത് നമുക്ക് മാറ്റിയാൽ മതിയല്ലോ. കുറച്ച് 1/2 കിലോ ഇറച്ചി വാങ്ങിച്ചല്ലോ കേട്ടോ. അതങ്ങനെയൊക്കെ ആള് കുറവല്ലേ നമുക്ക്. ഉരുളക്കിഴങ്ങ് ആയിരിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഉരുളക്കിഴങ്ങ് കൂടുതലിഷ്ടം ബെനീഷ് ബാസിനാണ്. അത് കാരണം ഞാൻ ഉരുളക്കിഴങ്ങ് ഇത്തിരി കരുതി ഇടും. പറയല്ലാതെ കഴിക്കൂല കേട്ടോ. ഇല്ല, സൈഡിലിരിക്കണ്ട ഇറച്ചി. അതില്ല അതിൻ്റെ ഉള്ളിൽ വാ, നല്ല കളറ്. എന്താ പരിപാടി? ഇനി കശുവണ്ടി പരിപ്പും മുന്തിരിയും കൂടി താളിച്ചിടാം. ഇന്ന് ഒന്നും കൂടി ഇളക്കി തിളപ്പിക്കാം. എല്ലാം കൂടി കൂട്ടി യോജിക്കട്ടെ. ഇപ്പം തന്നെ മണം അടിക്കാൻ തുടങ്ങി കേട്ടോ. ഇതിൻ്റെ കൂടെ എന്താ കഴിക്കാൻ? ഇതിലൂടെ കഴിക്കാൻ ബ്രെഡ്, ചപ്പാത്തി. ബ്രെഡാണ് ഏറ്റവും നല്ലത് കഴിക്കാനായിട്ട്. ഇഷ്ടവും ബ്രെഡും. അത് നമ്മൾ സെൻറ്റ് മേരീസ് ബേക്കറിൽ ബ്രെഡ് അയക്കണം. അത് ഞായറാഴ്ച ദിവസം 7 ദിവസം ഞങ്ങൾ 6 ദിവസം അടുക്കളയിൽ രാവിലെ ഉണ്ടാക്കും. പക്ഷേ ഞായറാഴ്ച എങ്ങനെ ഉണ്ടാക്കിയാൽ സമരം. ഞായറാഴ്ച ഞങ്ങൾ കറി മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഞായറാഴ്ച അമ്മച്ച് പള്ളിയിലത്തെ കഴിഞ്ഞ് വരുമ്പോൾ മേടിച്ചിട്ട് വരും. നിങ്ങളെല്ലാവരും അവരൊരിക്കലും ഭർത്താക്കന്മാരോ ആങ്ങളമാരോ പെങ്ങന്മാരൊക്കെ അടുക്കള ഞായറാഴ്ച കാരണം എന്താണ് ഞങ്ങൾ കൊണ്ടുവരാമെന്ന് പറയണം. അവർക്കൊരു സന്തോഷം, നമുക്കൊരു സന്തോഷം. ഉപ്പിൻ്റെ ഇത്തിരി പോരായ്മയുണ്ട്. നമുക്കിത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇറക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇറച്ചി പുഴുങ്ങുമ്പോൾ ഉരുളക്കിഴങ്ങ് ചൂടായി കൈ ഇട്ടിക്ക്.
ഇത്ര പെട്ടെന്ന് ഇഷ്ടം റെഡി ആയോ? ആ ശരിയായി കഴിച്ചേ. ആ കൈവള്ളിയേ എൻ്റെ കൈവള്ളി വെച്ച് തന്നെ കൊണ്ട് അറിയട്ടെ. അപ്പം മറന്നു പോവേ. നണ്ടിപ്പരിപ്പാണ് ഇട്ടേ. ശരിയാട്ടെ. അതാക്കില്ല എന്നും ഞാട്ടില്ല. ആ നീ കഴിക്കൂടിയിട്ട് ഇട്ടേ. ഞാൻ ഇളക്കാം. ചൂടാണല്ലോ സ്പൂണ്. ആ ഇളക്കൂട്ടുണ്ട്. ഇത് ഇളക്കപ്പൊടി ഇത്തിരി ഇളക്കാം. ആ അത് നീ തിരക്കണ്ട. ഞങ്ങളെ പഠിപ്പിച്ചെന്നെ ആളെ പുറത്താക്കി. ആ ഓപ്പാക്കിയത് വെച്ചേ. നമുക്കിതിരി ഇളക്കപ്പൊടി വീട്ടേക്കാം. നീ ഇതിലേക്ക് ഇട്ടേക്കാം. ഇതിലേക്ക് പൊക്കി ഇതിൻ്റെ അതിട്ടോ. ഇട്ടേ. ഇടുവാണേ. ആയിട്ടോ. ഇനി പരിപാടി മേശപ്പുറത്ത് പാത്രം ചായ നിർത്തിക്കോ. കഴിക്കാൻ നോക്കോളെ. ഉപ്പുണ്ടാന്ന് നോക്കിയാൽ നമ്മള് കഴിക്കണം കേട്ടോ. കൊള്ളാം. ഇല്ല നന്നായിട്ടുണ്ട്. കഴിക്കാം. കഴിക്കാം. ആ മറ്റാള് വെള്ളപ്പത്തിന് പോയൊക്കെ. അപ്പോൾ അമ്മച്ചി ഉണ്ടാക്കിയ ഇഷ്ടു കറി റെഡി ആയിട്ടുണ്ട്. കൂടെ നമുക്ക് ബ്രെഡ് ഉണ്ട്, പിന്നെ ഏത്തപ്പഴം ഉണ്ട് കേട്ടോ. പഴുത്ത മാങ്ങ. ദേ ഇതാണ് അമ്മച്ചി ഉണ്ടാക്കിയ ഇഷ്ടു കറി. കഴിക്കാം നമുക്ക് അമ്മച്ചി. ആ നമുക്ക് കഴിക്കാം. നിങ്ങൾ ഇഷ്ടം ഉണ്ടാക്കിയത് കണ്ടില്ലേ? തിരുവനന്തപുരത്തിൻ്റെ പെരുന്നാൾ സന്തോഷമുള്ള ദിവസമാണ് നിങ്ങൾ. അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. തിരുവനന്തപുരത്തിനെ കണ്ട് ഇറങ്ങുമ്പോഴും പോകുമ്പോഴും കാണുകയാണ്. അത് നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭർത്താക്കന്മാർ പ്രത്യേകിച്ച് നിങ്ങൾ ബഹുമാനിക്കണം. അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ഒരു പെണ്ണ് കുടുംബത്തിൽ വരുന്നതാണ് ആ കുടുംബത്തിൽ വിളക്ക്. അത് ഭർത്താക്കന്മാർ ആ പെണ്ണിനെ ബഹുമാനിക്കണം. ഇത്രയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ബഹുമാനവും ഭയവും ഭർത്താക്കന്മാരിൽ നേരെ വേണം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം രോഗമായിട്ട് തീരും. അപ്പോൾ പ്രത്യേകം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഇഷ്ടം ഉണ്ടാക്കുമ്പോഴത്തേക്കും വേപ്പില അരിഞ്ഞിടണം. ഭക്ഷണം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ പ്ലേറ്റ് കാലിയായിരിക്കണം. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അമ്മച്ചിട്ട് അന്വേഷിക്കാറുണ്ടോ? എല്ലാരും അന്വേഷിക്കാറുണ്ട്. ഓക്കെ ഇടാൻ പോണേ. ടീം ഇന്നില്ല കേട്ടോ. ഞാൻ ഇട്ടാ അമ്മച്ചി. ഞാനേ അമ്മച്ചി ഇടുവാണെങ്കിലേ കുറേ ഇടും കേട്ടോ. അതാ കേട്ടോ. ബീഫ് മാത്രം എടുത്തു തരുവാ. മതി 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 അമ്മച്ചി മതി. എല്ലാം നല്ലപോലെ കഴിക്കണം. ബനീഷിനെ നോക്കാറുള്ളല്ലേ. എൻ്റെ കാലം എപ്പോഴാണ് കഴിയണമെന്ന് അറിയില്ല. സ്നേഹമാണ് വെച്ചേ ഒരു കുടുംബത്തിൻ്റെ ധനം. കഴിക്കട്ടെ. ബനീഷ് ബാസിനെ ഞങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. അമ്മച്ചി ഉണ്ടാക്കുന്ന ഇഷ്ടം അടിപൊളി കേട്ടോ. ഇവിടെ എന്ത് സ്പെഷ്യൽ ഡേ ഉണ്ടായാലും എല്ലാ സൺഡേയിലും ഇഷ്ടം ഉണ്ടാവും. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കറി ഇട്ട് വിട്ടിട്ട് ഞാൻ എത്ര എടുത്തുള്ളൂ. ഇത് തന്നെ ധാരാളം. ധാരാളമല്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.